അമൽ, ഗുഡ് മോർണിംഗ്. മറ്റൊരു പ്രധാനപ്പെട്ട നേട്ടത്തിലേക്ക്, ചുവടുവയ്പിലേക്ക് കൊച്ചി വാട്ടർ മെട്രോ. ഇനി മുതൽ മട്ടാഞ്ചേരിയിലേക്കും വെല്ലിംഗ്ടൺ ഐലൻഡിലേക്കും നമുക്ക് വാട്ടർ മെട്രോയിൽ കയറി സുഖമായി അടിപൊളിയായി യാത്ര ചെയ്യാം. ഇന്ന് മുഖ്യമന്ത്രി നാടിന് സമർപ്പിക്കുന്നു, അല്ലേ? എപ്പോഴാണ് ചടങ്ങ്? മനു, വെരി ഗുഡ് മോർണിംഗ്. കേരളത്തെ സംബന്ധിച്ച് ഒരു അഭിമാന ദിവസം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. മനു ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് മുഖ്യമന്ത്രി 2 ടെർമിനൽ കൂടി നാടിന് സമർപ്പിക്കുകയാണ്. മട്ടാഞ്ചേരി ഒപ്പം തന്നെ വെല്ലിംഗ്ടൺ ഐലൻഡ് എന്ന 2 ടെർമിനലുകളാണ് മുഖ്യമന്ത്രി ഇന്ന് രാവിലെ 10 മണിയോടുകൂടി നാടിന് സമർപ്പിക്കുന്നത്. നിലവിൽ ഇതുവരെ 10 ടെർമിനലുകളായിരുന്നു ഈ വാട്ടർ മെട്രോ സർവീസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നത്. ഈ 2 ടെർമിനൽ കൂടി വരുന്നതോടെ 12 ടെർമിനലുകൾ ഈ വാട്ടർ മെട്രോ സർവീസിൽ ബന്ധപ്പെട്ട് നിലവിൽ ഉണ്ടാകുവാൻ വേണ്ടി പോവുകയാണ്. ഇതുവരെ 20ഓളം ബോട്ടുകളാണ് വിവിധ റൂട്ടുകളിൽ സർവീസ് നടത്തിയത്. 5ഓളം റൂട്ടുകളിലാണ് നിലവിൽ ഈ ബോട്ടുകൾ സർവീസ് നടത്തിയിട്ടുണ്ടായിരുന്നത്. ഏകദേശം 24 കിലോമീറ്റർ പരിധിയിലാണ് ഈ ബോട്ടുകൾ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്നതിന് സമാനമായ 2 വാട്ടർ ബോട്ടുകൾ ആണ് നിലവിൽ പുതുതായി ഇപ്പോൾ ഈ ഒരു റൂട്ടിൽ സർവീസ് നടത്തുവാൻ വേണ്ടി പോകുന്നത്. ഇത്തരത്തിൽ ഈ മട്ടാഞ്ചേരിയിലേക്കും ഒപ്പം തന്നെ ഈ വെല്ലിംഗ്ടൺ ഐലൻഡിലേക്കും എങ്ങനെയാണ് യാത്രക്കാരുടെ തിരക്ക് എന്നൊക്കെ നോക്കി കൂടുതൽ ബോട്ടുകൾ വേണോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കും എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇന്ന് 10 മണിയോടുകൂടി ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കും. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. മന്ത്രി പി രാജീവ് ഈ ചടങ്ങിൽ അധ്യക്ഷനാവുകയും ചെയ്യും. കേരളത്തെ സംബന്ധിച്ച് വലിയ ഒരു ഇപ്പോൾ മനു സൂചിപ്പിച്ച പോലെ തന്നെ അഭിമാന നിമിഷം തന്നെയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം മറ്റ് സംസ്ഥാനങ്ങൾ അടക്കം ഉറ്റുനോക്കുന്ന, അതായത് ഇത്തരത്തിലുള്ള സർവീസുകൾ തങ്ങളുടെ ഇടങ്ങളിലേക്കടക്കം എത്തിക്കണമെന്ന് അവർ കരുതുന്ന ഒരു പദ്ധതിയാണ് ഈ വാട്ടർ മെട്രോ സർവീസ്. അത് കേരളത്തിന് ആദ്യം ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ്. 2023 ഇത്തരത്തിൽ ഈ വാട്ടർ മെട്രോ സർവീസ് കേരളത്തിലേക്ക് എത്തുന്നത്. ഈ 3 വർഷത്തിലേക്ക് അടുക്കുമ്പോൾ ഏകദേശം 50 ലക്ഷത്തിന് മുകളിൽ യാത്രക്കാർ ഈ സർവീസിൽ പങ്കെടുത്തു അല്ലെങ്കിൽ യാത്ര ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിൽ വലിയ അഭിമാന നിമിഷം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. 38 കോടി രൂപ ചിലവിലാണ് നിലവിൽ ഇപ്പോൾ ഈ പുതിയ 2 ടെർമിനലുകൾ നിർമ്മിച്ചിരിക്കുന്നത്. അതിൽ മട്ടാഞ്ചേരി ടെർമിനൽ 8000 ചതുരശ്ര അടി വലുപ്പത്തിലും ഒപ്പം തന്നെ ഈ വെല്ലിംഗ്ടൺ ഐലൻഡ് 3000 ചതുരശ്ര വിസ്തീർണത്തിലുമാണ് നിലവിൽ നിർമ്മിച്ചിരിക്കുന്നത്. അത്തരത്തിൽ വലിയൊരു പദ്ധതി എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിൽ ഈ ഒരു വാട്ടർ മെട്രോ സർവീസ് വന്നതോടുകൂടി കൊച്ചിയുടെ വികസനത്തിൻ്റെ മുഖം മാറുന്ന ഒരു കാഴ്ചയാണ് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് വാണിജ്യാടിസ്ഥാനവുമായി ബന്ധപ്പെട്ട വാണിജ്യ മേഖലയുമായി ബന്ധപ്പെട്ട് വലിയ വികസനത്തിലേക്ക് കടക്കാൻ വേണ്ടി സാധിച്ചു. ഒപ്പം തന്നെ ടൂറിസവുമായി പറയുകയാണെങ്കിൽ ഈ ടൂറിസം മേഖലയിലും വലിയ രീതിയിലുള്ള വികസനത്തിന് ഇത് കാരണമായും തന്നെ പറയേണ്ടിയിരിക്കുന്നു. വിദേശികളടക്കം ഈ വാട്ടർ മെട്രോ സർവീസിൽ ഇവിടേക്ക് വന്ന് യാത്ര ചെയ്യുന്നു. ഒപ്പം തന്നെ ഇവിടെയുള്ള ജനങ്ങൾക്ക് ഈ എറണാകുളം പോലുള്ള നഗരങ്ങളിലേക്ക് എത്തുവാനുള്ള ഏറ്റവും എളുപ്പ വഴിയായി ഈ വാട്ടർ മെട്രോ സർവീസ് മാറി എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവർക്ക് മറ്റ് റൂട്ടുകൾ, വളഞ്ഞുള്ള മറ്റു റൂട്ടുകളിൽ യാത്ര ചെയ്യേണ്ട ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു വാട്ടർ മെട്രോ സർവീസ് വന്നതോടുകൂടി വളരെ എളുപ്പത്തിൽ ഈ നഗരമേഖലകളിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ ഈ ഇനി മട്ടാഞ്ചേരി ഒപ്പം തന്നെ വെല്ലിംഗ്ടൺ ഐലൻഡ് ഭാഗങ്ങളിലുള്ളവർക്കും ഇത്തരത്തിൽ എളുപ്പത്തിൽ അവർക്ക് എത്തേണ്ട സ്ഥലങ്ങളിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുന്നു. ഒപ്പം തന്നെ ടൂറിസം മേഖലയ്ക്ക് ഇത് വലിയ ഉണർവേകുന്നു. അത്തരത്തിൽ വലിയൊരു നേട്ടം തന്നെയാണ് കേരളത്തെ സംബന്ധിച്ച് എന്ന് പറയേണ്ടിയിരിക്കുന്നു. നിലവിലിപ്പോൾ ഈ കൊച്ചിയിലെ വിവിധ ഭാഗങ്ങളിലേക്ക് വാട്ടർ മെട്രോ സർവീസ് ഉണ്ട്. ഹൈക്കോടതി, ഒപ്പം തന്നെ ഫോർട്ട് കൊച്ചി, വൈപ്പിൻ, ബോൾഗാട്ടി, മുളവുകാട്, സൗത്ത് ചിറ്റൂർ, ചേരാനെല്ലൂർ, ഏലൂർ, വൈറ്റ്ല, കാക്കനാട് എന്നീ റൂട്ടുകളിലേക്കാണ് നിലവിൽ ഇപ്പോൾ സർവീസ് ഉള്ളത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന ഈ ഒരു ബോട്ട് വൈറ്റ്ലയിൽ നിന്നും കാക്കനാട് ഭാഗത്തേക്ക് പോകുന്ന ബോട്ടാണ്. ഇത്തരത്തിൽ വിവിധ മേഖലകളിലേക്ക് നിലവിൽ സർവീസ് ഉണ്ട്. 2 മേഖലകളിലേക്ക് അല്ലെങ്കിൽ 2 ഭാഗങ്ങളിലേക്ക് കൂടി പുതുതായി സർവീസുകൾ എത്തുകയാണ്. അത് ഹൈക്കോർട്ട് ടെർമിനലിൽ നിന്നും ഐലൻഡ് വഴി മട്ടാഞ്ചേരിക്കാണ് ബോട്ടുകൾ സഞ്ചരിക്കുക. തിരിച്ചും ഇത്തരത്തിൽ ഈ റൂട്ട് വഴി 2 ബോട്ടുകൾ സഞ്ചരിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ എങ്ങനെയാണ് ഇവിടെ യാത്രക്കാരുടെ തിരക്ക്, വലിയ തിരക്കേറുന്ന റൂട്ടുകളാണെങ്കിൽ കൂടുതൽ ബോട്ടുകൾ കൂടി ഈ ഒരു സർവീസിൽ ഉൾപ്പെടുത്തുമെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. എന്തു തന്നെയായാലും ഇപ്പോൾ മനു സൂചിപ്പിച്ച പോലെ തന്നെ കേരളത്തെ സംബന്ധിച്ച് ഒരു അഭിമാന പദ്ധതി തന്നെയാണ്. ഇതിൻ്റെ ഭാഗമായി 2 പുതിയ ടെർമിനലുകൾ കൂടിയാണ് ഇന്ന് നിലവിൽ വരുന്നത്. അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നത്. മട്ടാഞ്ചേരി ഒപ്പം തന്നെ വെല്ലിംഗ്ടൺ ഐലൻഡുകളുടെ ഉദ്ഘാടനമാണ് ഇന്ന് രാവിലെ 10 മണിയോടുകൂടി മുഖ്യമന്ത്രി നടത്തുക. മനു.